ഈ കാർഗിൽ വിജയ് ദിവസത്തിൽ വിവിധ സൈനിക ഓഫീസർമാർ തത്സമയം ജനം ടി വിയോടൊപ്പം ചേരുന്നു. ഇപ്പോൾ നമുക്കിപ്പമുള്ളത് ലഫ്റ്റനന്റ് കേണൽ എസ് ജയപ്രകാശ്. അദ്ദേഹം ആർമി സർവീസ് കോർ, സിഖ് ലൈറ്റ് ഇൻഫൻട്രി, മദ്രാസ് റെജിമെൻ്റ് തുടങ്ങിയ വിഭാഗങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. കാർഗിലിൽ ഒന്നിലധികം തവണ സേവനമനുഷ്ഠിച്ച ലഫ്റ്റനന്റ് കേണൽ എസ് ജയപ്രകാശ്, സ്വാഗതം. നമസ്തേ, ജയ് ഹിന്ദ്. ലഫ്റ്റനന്റ് കേണൽ എസ് ജയപ്രകാശ്, ആദ്യ ചോദ്യം, എന്താണ് കാർഗിലുണ്ടായത്? ഒരു കൊടും ചതിയുടെ കഥയാണ് എന്നാണ് അങ്ങ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത്. सबको नमस्कार. Firstly, thank you to JanamTV for organizing a sequential event which was happening over the period, and today on 26th July, this year on the 26th year. So, ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, എവിടത്തേക്ക് സംഭവിച്ചു, എന്താണ് ഇതിന്? സോ ഈ ഒരു ചെറിയ സമയം കൊണ്ട് നമ്മൾക്ക് കാർഗിൽ യുദ്ധം എന്താണെന്ന് പറയുന്നത് വളരെ വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. കൂടാതെ ഈ 26 വർഷങ്ങളായിട്ട് പല ഓഡിയോസ്, പല വീഡിയോസ്, പല കഥകൾ, പലവരുടെ നിന്നും കേട്ടറിഞ്ഞ സംഭവങ്ങൾ, ഇതുകൊണ്ട് ഇന്നത്തെ ജനം, നമ്മുടെ ദേശത്ത് എല്ലാവർക്കും എന്താണ് കാർഗിൽ യുദ്ധം എന്ന് അറിയാം. പക്ഷെങ്കിൽ അതിൻ്റെ ഓർമ്മപ്പെടുത്തലായി ഇന്ന് ഒരിക്കൽ കൂടി നമ്മൾ ആ ഓർമ്മയെ പുതുക്കി നമ്മളെ ധീര ജവാന്മാരെ മൃത്യു കൊടുത്ത്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി കൊടുത്ത്, അവർക്ക് വേണ്ടി ഒന്നുകൂടെ ഈ പ്രോഗ്രാം ഒന്ന് ഓർഗനൈസ് ചെയ്യുമ്പോൾ അതിൽ ഒരു തുടർക്കഥയായി ഒന്നുകൂടെ ഞാൻ ഇവിടെ പറയുകയാണ്. ആക്ച്വലി എന്താണ് സംഭവിച്ചത്? നോ വാർ ടേക്സ് പ്ലേസ് ഓവർനൈറ്റ്. So, you have to take back the history from 1947, further to 1965, in 1971, and now we will have a stop in 1990s. ഇനിയാണ് കഥ 1990 to 1999. 1990-ൽ the terrorism has started in J&K, Jammu and Kashmir, mainly in the Kashmir sector. The people of Kashmir, അവിടെ നിന്ന് കാശ്മീരിൽ നിന്ന് ഒഴിഞ്ഞ് ജമ്മു സെക്ടറിലേക്ക് നീങ്ങേണ്ടി വന്നു. കാരണം കാശ്മീർ താഴ്വരകളിൽ നിന്ന് അപ്രോക്സിമേറ്റ്ലി മിനിമം 200 kilometers they have to come down with the support of the government, then ruling government and state governments and the central government. So അങ്ങനെ ഇരിക്കവേ intrusion by the terrorist was heavy. The army has to move in all the sectors. അധികം സമയം എടുക്കാതെ I am coming to 1998. You should remember the great Prime Minister, Mr. Kargil Vijay Diwas sir, has took a peace relations, ഇത്രയും കാലം യുദ്ധങ്ങളും കാര്യങ്ങളായിട്ട് പോയ സ്ഥാനത്ത് അന്ന് in the year 1998 November, ഒരു ബസ് യാത്ര was not a small piece of bus yatra. It was a historical movement which has taken place. ഈ historical movement, our defense minister, Mr. Jaswant Singh, and the Prime Minister moved to Pakistan, was welcomed by then Prime Minister Nawaz Sharif. അപ്പോൾ ഇങ്ങനെ ഇരിക്കവെയാണ്, ഇതിൻ്റെ പിന്നിലാണ്, ഇതിൻ്റെ മറവിലാണ് the man, the chief of army staff, the Sharif, has come into role. He took it, and അങ്ങനെയാണ് ഇവിടെ ഈ target, they are targeting the Jojila Pass, the Dras sector, the Kargil sector, and the question is why? എന്തുകൊണ്ട് അവിടെ? Cut shorting the things, the national highway from Jammu to Ladakh, one delta passes. അതിനെ കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ ആർമിയുടെ എല്ലാ സപ്പോർട്ട്സും, മെയിൻലി ദ ലോജിക്കൽ സപ്പോർട്ട്സ്, ക്യാൻ ബി ബ്രോക്കൺ ഓഫ്. അങ്ങനെ ഇരിക്കവേ
നമുക്കറിയാവുന്നതാണ് നവംബർ, ഡിസംബർ, ജാനുവരി ഈ മാസത്ത് മഞ്ഞ് വീഴും. ജനുവരി കഴിഞ്ഞാൽ മഞ്ഞ് ഉരുകാൻ തുടങ്ങും. ഈ സമയത്ത് ദിവസ ശീതകാല ഇതായിട്ട് രണ്ട് രാജ്യങ്ങളും ദേ വിഡ്രോ ദ ട്രൂപ്സ് ഫ്രം ദ ബോർഡേഴ്സ്, ഫ്രം ദ LOCs, ദ ഹൈ പോയിന്റ്സ്. ബട്ട് in a good good gesture, Indian Army withdrawn in the year 1998 and they've fallen back to the heights. The Pak Army, ഇവിടെയാണ് the betrayal, the cheat, breaking all the policies, the peace relations between India and Pakistan. And അങ്ങനെ മെയ് 3-ാം തീയതി നമ്മുടെ ആട്ടിടയന്മാർ, അവിടെയുള്ള ആൾക്കാർ, they were moving towards that sector. They saw the Pak militants, not the militants, the Pak military. They were in that salwar and kurtas, they were occupied all the heights. അവിടെയാണ് ഇതിൻ്റെ തുടക്കം. So this was the real story, how the war, the start of a war. അങ്ങ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ അതിർത്തി പ്രദേശങ്ങളിൽ സേവനം അനുഷ്ഠിച്ചു, കാർഗിലിൽ അടക്കം. കാർഗിലിനെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു? നമ്മൾ അത് എങ്ങനെ ഫലപ്രദമായി ചതിയിലൂടെ, ഒരു മുന്നറിയിപ്പുമില്ലാതെ, ധാരണ ലംഘിച്ചുകൊണ്ട് കടന്നു കയറിയ പാക് സൈന്യത്തിനെ തുരത്തിയത് എങ്ങനെ? 1. 2, നമ്മൾ നേരിട്ട വെല്ലുവിളികൾ, നേരിടുന്ന വെല്ലുവിളികൾ. ഞാൻ ആദ്യം പറഞ്ഞു, ഇറ്റ്സ് നോട്ട് എ ഈസി ടാസ്ക് ടു എക്സ്പ്ലെയിൻ എവറിത്തിങ് വിത്തിൻ എ ലൈൻ, വിത്തിൻ എ പാര, വിത്തിൻ എ പേജ് ഓർ വിത്തിൻ എ ചാപ്റ്റർ. നമ്മൾ ഈ ഹിസ്റ്ററി നോക്കുമ്പം ദ ബ്യൂട്ടി ഓഫ് കാശ്മീർ, ദ സ്റ്റണ്ണിങ് ബ്യൂട്ടി, ദ വേർഡ് ഇസ് ദ സ്റ്റണ്ണിങ് ബ്യൂട്ടി ഓഫ് കാശ്മീർ. അത്രയും ആകർഷിതമായ ഒരു സ്ഥലത്ത് ആരാണ് ആകർഷിക്കാത്തത്? സോ ദ സെയിം തിങ് ഹാപ്പൻഡ് from the day again. You have to go to the old days, that the independence from 1947, വിഭജനീയം, ആ എന്ത് സംഭവിച്ചു അതിലൊക്കെ ഒന്നും ഞാൻ ഇപ്പോൾ പോകുന്നില്ല. അങ്ങനെ ഇവിടെ ഇപ്പം എന്താണ് സംഭവിച്ചത്? they cheated, the betrayal, നമ്മൾ ചതിയിൽ പെട്ട് കഴിഞ്ഞു. ഇപ്പം ചതിയിൽ പെട്ട് കഴിയുമ്പം it happened in 1999. I served in the year 1992 to 1995 and in 2008. I was unfortunate I couldn't attend the war in 1999. So, knowing the brigade well, knowing the location well, എല്ലാ സ്ഥലങ്ങളും you have to take back to the years of 25 years before. ചെറിയ റോഡുകൾ, ചെറിയ പാതകൾ, ഇറ്റ് ഈസ് ഓൺലി ഒരു വണ്ടി വരുമ്പം വേറൊരു വാഹനത്തിന് വഴിയില്ലാത്ത ആ സ്ഥിതികളാണ്. സോ ദ ടെറൈൻ, ഫസ്റ്റ്ലി ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ടെറൈൻ, ദ ഡിഫിക്കൽട്ട്, ദ മൗണ്ടനസ് ടെറൈൻ. എല്ലാവരും വീഡിയോഗ്രാഫ്സ്, ഫോട്ടോഗ്രാഫ്സ്, പല ഇതിൽ കൂടെ എന്താണ് ഇപ്പം നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ, നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് തന്നെ എത്രയോ പേര് ഉല്ലാസയാത്രയ്ക്ക് പോകുന്നുണ്ട്. സേ ദേ നോ വാട്ട് ഈസ് ദ ആക്ച്വൽ ജോഗ്രഫിക്കൽ ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ ടെറൈൻ. Terrain is the most important factor. It is not a peace station and a plain desert area to fight a war and win over for anybody, either for Pakistan or for India. But ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ചതിയിൽ പെട്ടതുകൊണ്ട് they were already occupied the hilly terrains like the tops of 5140, point 5140, the Tololing, the Tiger Hills, and in the line right from Zozila to Kargil, various stops has been captured by the 12th Northern Light Infantry Regiment. അവിടെയാണ് നമ്മൾ ഇങ്ങനൊരു സന്ദേശം, അതായത് നമുക്ക് മെയ് 4-ാം തീയതി കിട്ടിയ സന്ദേശം, somebody, Pak, it's not somebody, the Pak army has occupied, they're not captured, they're occupied the tops to their best, even they totally, they loaded, they shifted all their armaments, the rations, they had a big calculation. ഒരു വലിയൊരു കാൽക്കുലേഷനോട് കൂടിയാണ് they are moved in. സോ അങ്ങനെ ഇരിക്കവേ അതിനെ നമ്മുടെ ഇന്ത്യൻ പട്ടാളം, ദ ഇന്ത്യൻ ആർമി അതിജീവിക്കുക എന്ന് പറഞ്ഞ് 72 ദിവസത്തിൽ വിജയം കാണുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ ഈസി ടാസ്ക്. കാരണം സേവനമനുഷ്ഠിച്ച എനിക്ക്
ആ ടെറൈൻ എന്താണെന്ന് അറിയാവുന്ന എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. സോ അങ്ങനെ ആർക്കും അറിയാം പെട്ടെന്ന് എന്ത് സംഭവിച്ചു. ദ ഷോക്ക്, ഇറ്റ് വാസ് എ ഷോക്ക് ഫോർ ദ ഹോൾ ഇന്ത്യൻ ആർമി, ഫോർ ദ ഗവൺമെൻറ്, then ruling government. So, എന്ത് പറ്റി? We started preparing immediately within no time. All the actions were taken by the army. Our northern command has moved from all sectors. From other commands, that is from southern command, from not from the eastern command and western, even from the central command, various commands, the troops started moving towards Kargil. അങ്ങനെ അവിടെ എന്ത് നടന്നു എന്ന് ഒരു ചെറിയ വാക്കുകളൊന്നും പറയാൻ പറ്റത്തില്ല. ഇറ്റ് വാസ് റിയലി ഹിസ്റ്റോറിക്കൽ മൂവ്മെൻറ്റ് ബൈ ദ ഇന്ത്യൻ ആർമി. ഇറ്റ് ഹാസ് മൂവ്ഡ് ഓൺ ടു കട്ട് ഷോർട്ട് ദ തിങ്സ്. വി ഹാവ് സ്റ്റാർട്ടഡ് ഫ്രം May 4th, knowing the troop under Captain Anuj was sent ആസ് എ പെട്രോളിംഗ് 6 പേരോട് കൂടിയിട്ട്. അവർ ശരീരം എങ്ങനെ തിരിച്ചു വന്നു എന്ന് ഇറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ. ദ പാക് ആർമി ഹാസ് ത്രോൺ ഇറ്റ് ലൈക്ക് വിച്ച് all norms has been, even the Geneva Convention has not, they have taken into care. That is the rating what the Pakistan army was deteriorated in the whole world. സോ അങ്ങനെ ഒരു മൃഗീയമായ കൊലപ്പെടുത്തിയിട്ടാണ് നമുക്ക് ആ 6 ശരീരങ്ങൾ തിരിച്ചു കിട്ടിയത്. അതാണ് തുടക്കം. അതിനുശേഷം ദ ഡിഫറെൻറ്റ് യൂണിറ്റ്സ്, നോട്ട് ടു നെയിം 1 or 2 യൂണിറ്റ്, ബിക്കോസ് ഒരു യൂണിറ്റോ 2 യൂണിറ്റോ ഞാനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 10 പറഞ്ഞാൽ 1 വിട്ടുപോയാൽ ദാറ്റ് വിൽ ബി എ ഹിസ്റ്ററി. സോ ദ ഹോൾ, ഐ കോൾ ഇറ്റ് ഇൻ എ സിംഗിൾ വേ, ദ ഹോൾ ഇന്ത്യൻ ആർമി, ദ എയർഫോഴ്സ്, എവറിബഡി launched their full attack and moved on. Now it was on the various sectors, and the then commanders അവർ വലിയ ഒരു നല്ലൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് തന്നെ മൂവ് ചെയ്തു. ഇനിയിപ്പോൾ നൗ ദ മൂവ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ലൈനിൽ പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് എ പ്ലെയിൻ ഏരിയ. യു ക്യാൻ സീ ദ ഹില്ലി ടെറൈൻസ് റേഞ്ചിങ് ഫ്രം ദ ഹൈറ്റ്സ് ഓഫ് 15,000 feet to 18,000 feet. അതായത് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ 5200 മീറ്റർ തൊട്ട് 6000 മീറ്റർ വരെയുള്ള ഹൈറ്റുകളിലേക്കാണ് നമ്മുടെ യുദ്ധ ജവാന്മാർ കയറുന്നത്. അവർ വെറും കൈയും കാലും കൊണ്ട് ലെഫ്റ്റ് റൈറ്റ് അടിച്ച് പോവല്ല. ദേ ആർ ഫുള്ളി പാക്ഡ്. ഫുള്ളി പാക്ഡ് മീൻസ് ഫുള്ളി പാക്ഡ്. ദ റേഷൻ, ദ ആംസ്, ദ ആർമമെൻറ്റ്സ്, ഇതെല്ലാം പാക്ക് ചെയ്തിട്ടുള്ള ഒരു മൂവാണ്. ഇനിയിപ്പോൾ മൂവ് ചെയ്യുന്നതോ, ഇറ്റ് ഈസ് നോട്ട് എ ഈസി മൂവ്. ദ ഷെല്ലിങ്സ് ഫ്രം പാകിസ്ഥാൻ, the bombardments, the RT shellings, the gun firings, everything is through and through. So idellam bifurcate ചെയ്ത് we were moving to capture one by one, sector by sector. Now what happened? ഇങ്ങനെ ഇരിക്കവേ ഓരോ പോസ്റ്റുകളും പിടിച്ചടക്കിക്കൊണ്ടിരിക്കുമ്പം നമ്മൾക്ക് പല ജവാന്മാരും, എത്രയോ ജവാന്മാർ, ടു കൗണ്ട് ഇറ്റ് പ്രിസൈസ്ലി ഇറ്റ് ഈസ് 527 Javans. The government has released the note, and including the officers, JCOs and the Jawan we lost in Kargil war. ആ വാറിൽ അവർ ജീവിതം നഷ്ടപ്പെടുത്തി. ഇന്നും നമുക്ക് ആ അമ്മമാർ, ആ ഭാര്യമാർ, അവരുടെ മക്കൾ, അവർ മാത്രമല്ല ദേശസ്നേഹികളായ നമ്മളെല്ലാവരും ഇന്നും കണ്ണീർ ചോരകളോട് കൂടിയാണ് വി ആർ തിങ്കിങ് ടു ദാറ്റ് Kargil war. So finally, we have reached the date of July. I am cut-shorting. It is June 4th, June 13th, and July 20th. The withdrawal of Pak army has started. By July 14th, the withdrawal of Pak army started. So, they have started losing the war. And on finally 26th July, what happened? We'll share it very shortly to you. ശരി. ലഫ്റ്റനന്റ് കേണൽ എസ് ജയപ്രകാശ്, ഒരു ചോദ്യം കൂടി. അന്നത്തെ ചതിയുടെ കഥ അങ്ങ് പറഞ്ഞു. ആ ത്രെട്ട്, അതായത് എന്ത് തരത്തിലുള്ള കരാറിൽ ഒപ്പിട്ടാലും, എന്ത് തരത്തിലുള്ള ധാരണയിൽ ഉൾപ്പെട്ടാലും, പ്രധാനമന്ത്രിമാർ തമ്മിൽ സമാധാന കരാർ ഒപ്പിട്ടാലും, സമാധാനവും സൗഹൃദവും കൊണ്ടുവരണമെന്നുള്ള പ്രഖ്യാപനങ്ങൾ
രാഷ്ട്രീയ തലത്തിൽ ഭരണതലത്തിൽ ഉണ്ടായാൽ പോലും ഒരിക്കലും വിശ്വസിക്കാനാകില്ല എന്ന് ആവർത്തിച്ച് പാകിസ്ഥാൻ തെളിയിച്ചു. അങ്ങ് തന്നെ ഒട്ടനവധി ഇത്തരം ഇൻസിഡൻസസ് വിവരിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിലേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് അറിയാവുന്നത് പെഹൽഗാമാണ്. ആ പെഹൽഗാമിലെ ചതി, അതല്ലെങ്കിൽ ശിഖണ്ഡികളെ പോലെ മറ്റു തീവ്രവാദികളെ കയറ്റിവിട്ടിട്ട് രാജ്യത്തിനകത്ത് കൊലയും അന്തഛിദ്രവും ഉണ്ടാക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതേക്കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞാൽ, ഇന്നും തുടരുന്ന ആ ഭീഷണി. See, Mr. Pradeep, a very wonderful question. You are correlated. ചതികളുടെ വഴികൾ മാത്രം എന്ന് ഞാൻ ആ രീതിയിൽ ഐ കമ്പയർ ഇറ്റ്. കാരണം പല ചതികളിൽ കൂടെ. അപ്പോൾ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, വൈ വി ആർ നോട്ട് ദ ഒഫൻഡേഴ്സ്? ബിക്കോസ് നമ്മുടെ രാജ്യം, നമ്മൾ സ്നേഹമാറിയിക്കുന്ന രാജ്യം, നമ്മൾ സ്നേഹിക്കുന്ന എല്ലാവരെയും, അതുകൊണ്ട് നമ്മൾ ചതിക്കുഴിയിൽ പെടാതിരിക്കാൻ വേണ്ടി വി വർ ഓൾവേസ് ഇൻ എ ഡിഫെൻസീവ് മൂഡ്. നമ്മൾ ഒഫൻസീവ് ആയിരുന്നെങ്കിൽ ഇന്നത്തെ ഈ ദിവസം ഐ ക്യാൻ സിറ്റ് ആൻഡ് ടെൽ യു പാകിസ്ഥാൻ വിൽ ബി സീറോ. ഇൻ സിംഗിൾ വേർഡ് ഐ ക്യാൻ കട്ട് ഷോർട്ട്, പാകിസ്ഥാൻ വിൽ ബി സീറോ. ബിക്കോസ് ഇന്നത്തെ ഈ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഫോർ ദ ലാസ്റ്റ് 8 to 9 years, every moment you can see the bilateral relations with the various multiple countries in the world. Every day, every week, making very, very economical relations. So why not with Pakistan? Yes. അതാണ് നമ്മൾ we have to go back to 1998. Then അടൽ ബിഹാരി വാജ്പേയി sir 1998 സൗഹൃദമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. they were not ready for it. So the relations നമ്മൾ എത്ര അങ്ങോട്ട് ഒട്ടാൻ പോയിട്ടും they were not ready. And now the question is why it is happening. So നമ്മുടെ നാട്ടിലൊരു ചെറിയ ചൊല്ലുണ്ട്, തൊട്ടാർവാടി എത്ര എടുത്തു മാറ്റിയാലും it will not be fully eradicated. മൊത്തമായി നശിപ്പിക്കാൻ പറ്റില്ല. ആ വേരുന്ന് പിന്നെയും എവിടെയെങ്കിലും മുളച്ചു വരും. So it is like that, the Pak army and the Pak terrorism. And the full support കൊടുക്കുന്നത് ഈ Pak terrorism ആരാണ്? The Pak army. It is very evident clear. You can put it on record. Throughout the history, when you see, it's on record that the full support for the Pak army is been, and we can see Pahalgam. You are talking of Pahalgam. അതിന് മുന്നിൽ if you remember the URI in 2016, in 2019 the Pahalgam incident. So ഇതെല്ലാം നമ്മളിന്ന് എടുത്ത് പറയുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ഈസി ടാസ്ക് ടു simplify within 20-25 minutes or 1 hour. It requires a long sitting, long understanding and the discussion. So, why they are into it? Their aim is only target the Bharat. They have the single only. എങ്ങനെ നശിപ്പിക്കാൻ പറ്റും? They will find all their ways. So, the same thing happened on April, precisely I remember it is on April 22nd. Yeah. April 22nd they attacked. We lost 26 of them. അതായത് അന്ന് എങ്ങനെയായിരുന്നു മരണം അടഞ്ഞത്? It is the whole news. Every media, including the Janam, has covered, and it was the TV has covered, every TV, that shooting a man in the cold-blooded killing. It's called a cold-blooded. അതായത് തോക്കെടുക്കുക, the AK-47 and another machine guns and all this. They are coming, 5 or 6 of them attacking on the who have went for a you can call it the people for honeymoon also. അവരെല്ലാം, if they have fought 1-to-1 with the army, they can say yes, our army is for the work over there, they are soldier, they are ready to fight. പക്ഷെങ്കിൽ ഒന്നും അറിയാത്ത ഈ പാവങ്ങളെ അന്ന് കൊന്നുകളഞ്ഞു. Cold-blooded murder. It's called in cold-blooded murder, which is not at all acceptable. So, after this, the government, I proudly say, has taken a correct and requisitive action on that day after, it is on May 21st or 22nd, May 4th, exactly I don't remember the date, and attacks of 4 days which have gone for a war. So that has shivered the Pakistanis, and it was a real shiver, and I doubt will Pakistan keep a step ahead to come over on the Pakistanis at any time, or the by the Pakistani intruders, or by the Pakistani terrorism.
So, with this, I can say that we are leading into a big achievement of making good peace relations and എന്താ ഇങ്ങനെ കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരൊരിക്കലും എന്നും പിന്മാറിയെന്ന് ഞാൻ പറയത്തില്ല. they will never അവരൊരിക്കലും പിന്മാറത്തില്ല. they are always into it. how to, where to, when to, the three questions which is coming. They are looking for opportunities. ഓരോ opportunities they are looking into it, and I'm sure we will overcome all these things, and we are developing the nation with the Atmanirbharata. So we are developing ourselves with strongly, with folding my fist, I say yes. Development, that's why I told you, it's not oru manikur, ara manikur. We have talked to DRDO, we have to talk about the build-up of the armaments, we have to talk about the various missiles, the movements, ippathanne nammal Agnivir which has come up. It's not a Kargil war all alone. It's we have to include everything. So if I talk all about those things, there are a lot many things to talk, and I'm sure this will make sure a guideline for one and all who hearing this to take a lead and a thought for it. Right. Thank you so much, Lieutenant Colonel S. Jayaprakash. ഈ കാർഗിൽ വിജയ് ദിവസത്തിൽ ജനം TV പ്രേക്ഷകർക്കൊപ്പം 1 സൈനിക അനുഭവങ്ങൾ, 2 അന്നത്തെ പാഠങ്ങൾ, 3 യെസ് ഒരിക്കലും പിന്മാറാതെ അവസരം പാർത്ത് കഴിയുന്ന, ഒരിക്കലും കൺസ്ട്രക്റ്റീവായി ക്രിയേറ്റീവായി ചിന്തിക്കാൻ കഴിയാതെ നാശം വിതയ്ക്കാനായി അവസരം പാർത്ത് കഴിയുന്ന പാകിസ്ഥാൻ സൈന്യത്തെയും തീവ്രവാദികളെയും ഭാരതം കരുതിയിരിക്കണം എന്നുള്ളതാണ്.